ഹായ് നമസ്കാരം. എന്തൊക്കെയുണ്ട് വിഷയം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മളുള്ളത് വയനാട്ടിൽ മാനന്തവാടി താലൂക്കിൽ തവിഞ്ഞാൽ പഞ്ചായത്തിലുള്ളത്. ഇവിടെ തവിഞ്ഞാൽ പഞ്ചായത്തിൽ തന്നെ ഉദയഗിരി എന്ന ഒരു സ്ഥലമുള്ളത്. ഇവിടെ ഒരു 2.5 ഏക്കർ നല്ലൊരു അടിപൊളി തോട്ടം എന്ന് പറയാനില്ല, നല്ലൊരു പ്ലോട്ട്, നല്ലൊരു പ്രോപ്പർട്ടി എന്ന് തന്നെ പറയാം. ജന്മാധാരാണ്. ഇവിടെ വളരെ റേറ്റ് കാര്യങ്ങൾ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ഇത്രയും റേറ്റ് കുറഞ്ഞൊരു പ്രോപ്പർട്ടി ഇനി കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം അതിനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. വെള്ളത്തിൻ്റെ സൗകര്യമുണ്ട്, കറണ്ട് ഓൾറെഡി നമ്മളെ പ്രോപ്പർട്ടിയിൽ വന്ന് നിൽക്കുന്നുണ്ട്, വഴി സൗകര്യമുണ്ട്. എല്ലാം കൊണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. റേറ്റ് കാര്യങ്ങൾ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ലാൻഡിൻ്റെ അഡ്വർടൈസ്മെൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. ഇതിന് ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഒന്ന്. അതുപോലെ തന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഈ ഒരു പ്രോപ്പർട്ടിൻ്റെ ഫുൾ വീഡിയോ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പറ്റാവുന്നവർ കാണുക. കണ്ടതിന് ശേഷം ഒരു പ്രാഥമികമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മളെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മൾ പ്രോപ്പർട്ടി കാണിച്ചു തരും. ഓക്കെ, താങ്ക് യു. ഇത് നമ്മൾ മാനന്തവാടിയിൽ നിന്ന് വരുമ്പോൾ തലപ്പുഴയിലേക്ക് വരുന്ന ബൈപ്പാസ് റോഡാണ്. ഓക്കെ, 2 റോഡാണുള്ളത്. ഒന്ന് എഞ്ചിനീയറിംഗ് കോളേജ് വഴി വരുന്നൊരു വഴിയുണ്ട്. ഇത് മാനന്തവാടിയിൽ നിന്ന് തലപ്പുഴയിലേക്ക് വരുന്നൊരു ബൈപ്പാസ് റോഡാണ്. ഈ ബൈപ്പാസ് റോഡിനോട് ചേർന്നിട്ടാണ് നമ്മളെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന വഴി. ഇവിടുന്ന് ഒരു ലേശം അങ്ങോട്ടേക്ക് നടക്കാനുണ്ടെങ്കിൽ കൂടി, നടക്കാനല്ല, വണ്ടിയിൽ പോവാം. ഞാൻ ഏതായാലും വണ്ടി ഇവിടെ സൈഡാക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മളെ പ്രോപ്പർട്ടിയിലേക്ക് പോകേണ്ടത്? ഓക്കെ, ഇതാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി. ഓക്കെ, അപ്പോൾ വഴി കുറച്ച് എടുത്ത് കാണിച്ചു തന്നതിന് ശേഷം ഞാൻ പ്രോപ്പർട്ടി കൂടി ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതിന് മുന്നേ ഞാൻ പ്രോപ്പർട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ. അപ്പോൾ ഇത്രത്തരം ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും ഞാൻ അത് കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളെ പ്രോപ്പർട്ടിയിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പോൾ വണ്ടി എടുത്തിട്ടില്ല. ഒരു മിനിറ്റ്. അപ്പോൾ നമ്മൾ പ്രോപ്പർട്ടിയിലേക്ക് പോവുകയാണ് കേട്ടോ. 2 സൈഡിലും കൃഷിത്തോട്ടങ്ങളാണ്. കണ്ടില്ലേ? ഇതുപോലത്തെ കൃഷിത്തോട്ടങ്ങളാണ്. നാട് സെൻറ്ററിലേക്ക് കൂടെയാണ് നമ്മൾ പ്രോപ്പർട്ടിക്കുള്ള വഴി. ഇതിൻ്റെ വഴി എന്ന് പറയാൻ ഇത് പഞ്ചായത്തിൻ്റെ വഴിയാണ്. അതായത് പഞ്ചായത്ത് സോളിങ് ഏറ്റെടുത്ത ഒരു വഴിയാണ്. അവിടെ ഒരു 1-2 കുടുംബങ്ങളുണ്ട്. ആ കുടുംബങ്ങളിലേക്ക് പോകുന്നൊരു വഴിയാണ്. അപ്പോൾ ആ വഴി കഴിഞ്ഞ് നമ്മളെ പ്രോപ്പർട്ടിയിലേക്ക് കൂടി വഴിയുണ്ട്. ഫുൾ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയാണ് വഴീൻ്റെ ഡീറ്റെയിൽ ഉള്ളത്. ഇവിടുന്ന് നമുക്കൊരു 10-300 മീറ്റർ നമുക്ക് ഏറെക്കുറെ അപ്രോക്സിമേറ്റ് നമ്മളെ പ്രോപ്പർട്ടിയിലേക്ക് ഉണ്ട്. എന്നിരുന്നാലും വഴി സൗകര്യം നല്ല കറക്റ്റായിട്ടുണ്ട്. ഇപ്പം വേണമെങ്കിൽ കാറും ടിപ്പറും കാര്യങ്ങളൊക്കെ പോകുന്നൊരു വഴിയാണ് കേട്ടോ. ഓക്കെ, രണ്ട് സൈഡിലും ഇതുപോലെ കൃഷിപ്പാടങ്ങളാണ് കേട്ടോ. കൃഷിപ്പാടങ്ങൾ കണ്ടില്ലേ? ഇതോടെ ഇതിൻ്റെ സെൻറ്ററിലൂടെയാണ് നമുക്ക് വഴിയുള്ളത്. അതായത് ടോട്ടൽ നമുക്ക് ആ പ്രോപ്പർട്ടി ഉള്ളത് 2 ഏക്കർ 30 സെൻറ്റോ 50 സെൻറ്റോ അങ്ങനെ ഏതൊരു ഇതിലാണുള്ളത്. രേഖകളും കാര്യങ്ങളൊക്കെ പക്കയാണ്. എല്ലാം ഞാനതിന് കൃത്യമായിട്ട് രേഖകളാക്കി വെച്ചിട്ടുണ്ട്. ആളുകൾ പറ്റാവുന്ന ആളുകൾ കോൺടാക്ട് ചെയ്യുക. പ്രോപ്പർട്ടി കാണിച്ചു തരാൻ. ഓക്കെ, ഇതാണ് നമ്മളെ ഏറെക്കുറെ പ്രോപ്പർട്ടി നമ്മൾ എത്താനായിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മളെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന വഴി ഇത് കണ്ടില്ലേ? ഈ സൈഡിലൊരു ചെറിയൊരു വീടുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നേരെ ആ വീട്ടിലേക്ക് കയറാണ്ട് നമുക്കിത് നമ്മുടെ ഫ്രണ്ടിലേക്ക് ഇതാണ് വഴിയുള്ളത്. ഇതാണ് വഴി. ഇങ്ങോട്ടേക്ക് ഇവിടെ ചെറിയൊരു വേറെ വീടുണ്ട്. അപ്പോൾ നമ്മളെ പ്രോപ്പർട്ടി ഏറെക്കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി. ഇത് നമ്മുടെ പ്രോപ്പർട്ടിൻ്റെ ലാസ്റ്റ് വരെ, അതായത് നമ്മൾ പ്ലോട്ടിൻ്റെ ലാസ്റ്റ് വരെ നമുക്ക് എന്താക്കുന്നുണ്ട്, ഇതൊക്കെ വഴിയുണ്ട്. ഇത് ഈ ഒരു ചെമ്പരത്തി കുത്തി കണ്ടില്ലേ? കാണുന്നുണ്ടോ? ഇവിടെ മുതലാണ് നമ്മൾ പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. കണ്ടില്ലേ? ഈ ഒരു ചെമ്പരത്തി മുതൽ ഇതിൻ്റെ വലത് സൈഡിലേക്ക് വഴി ഇങ്ങനെ പോകും. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഒരു 5 മീറ്റർ ഏറ്റവും റൈറ്റ് സൈഡിലാണല്ലേ? ഈ റൈറ്റ് സൈഡിൽ ഒരു 5 മീറ്റർ ഏറ്റവും നീളമുള്ളൂ. ബാക്കി ഇങ്ങോട്ടേക്ക് മുകളിലേക്ക് കണ്ടില്ലേ? ഇതൊരു 45 ഡിഗ്രി ഒരു ചെരിവിലുള്ള ജസ്റ്റ് ഒരു പ്രോപ്പർട്ടി സ്റ്റാർട്ടിങ്ങിൽ വരുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു ചെരിവുണ്ട്. പിന്നെ ഈ ഒരു പ്രോപ്പർട്ടി തന്നെ നമുക്ക്
കറണ്ട് കാര്യങ്ങളെല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കണ്ടില്ല, കറണ്ട് ലൈന് കാര്യങ്ങൾ. ഇവിടെ ആദ്യം ഇവർക്കൊരു വീടുണ്ടായിരുന്നു. ആ വീടുണ്ടായിരുന്നു. ആ വീട്ടിലേക്ക് പോകുന്ന കറണ്ട് ലൈനാണിത്. ഇപ്പോഴും ആ കറണ്ട് ലൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രോപ്പർട്ടിൻ്റെ ഇതാണ് ഈ സ്റ്റാർട്ടിങ് ഭാഗം ചെറിയൊരു ചെരിവുണ്ട്. ചെറിയ ചെരിവ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നന്നാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചെരിവാണ്. വലിയ കുതാകുത്തിനുള്ള ചെരിവൊന്നുമല്ല. പിന്നെ താഴ്വശത്താണെങ്കിൽ ഇതാണ് നമ്മൾ പ്രോപ്പർട്ടിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നതെന്ന് വെച്ചാൽ പാടങ്ങളാണ്, അതായത് വാഴ കാര്യങ്ങളൊക്കെ ഉള്ള. ഇത് നമ്മളെ പ്രോപ്പർട്ടിയിൽ പെട്ടതല്ല. നമ്മളെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അതിരാണ്. ഇതിൻ്റെ അതിരോട് ചേർന്നിട്ട് ഒരു തോട് കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. കാണിച്ചു തരാം. ഭൂമി ഇതാണ് ഇപ്പോൾ കാണുന്നത്, കണ്ടില്ലേ? ഇതാണ് ഭൂമി. നമുക്ക് വിസിബിലിറ്റി ഉണ്ട്. എല്ലാ ഭൂമിയിലേക്ക് മുഴുവനായിട്ട് നമ്മൾ അതിർത്തി അടക്കം വിസിബിൾ ഉണ്ട്. നമ്മൾ വഴിയിൽ ഇത് റോഡാണ്. പ്രോപ്പർട്ടിയിലേക്ക് തന്നെ അവർക്ക് സ്വന്തമായിട്ട് വെട്ടിയ റോഡാണ്. ഈ റോഡിൻ്റെ ഇടത് സൈഡിലേക്കാണ് നമുക്ക് കൂടുതൽ പ്രോപ്പർട്ടി കാര്യങ്ങളുള്ളത്. കശുമാവ്, മരങ്ങൾ, അങ്ങനെ കാര്യമായിട്ട് കൃഷിത്തോട്ടമൊന്നുമല്ല. പിന്നെ അതിനനുക്കായിട്ട് റേറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ, പ്രോപ്പർട്ടിൻ്റെ ലാസ്റ്റ് എൻഡ് വരെ വേണം ഞാൻ പോയിട്ട് കാണിച്ചു തരാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നിങ്ങൾ പറ്റാവുന്ന ആളുകൾ കോൺടാക്ട് ചെയ്യാം. ചെറിയ റേറ്റിന്, ഈ റേറ്റിനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചാൻസ് ഉള്ളൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ പറ്റാവുന്ന ആളുകൾ കോൺടാക്ട് ചെയ്യുക. ഉണ്ടോ, ഇങ്ങനെയാണ് പ്രോപ്പർട്ടിൻ്റെ സ്ഥിതി ഉള്ളത്. ഇനിയിപ്പോൾ തേയില കാര്യങ്ങൾ വെക്കണമെങ്കിൽ വെക്കാം. കൃഷി ഇവിടെ ആയിരുന്നു ആദ്യം അവർക്ക് വീടുണ്ടായത്, കണ്ടില്ലേ? ഈ ലാൻഡ് ഓണേഴ്സ് എനിക്ക് ഉണ്ടായ വീട് ആദ്യം ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവർ ഇതിലും കുറച്ചും കൂടി ചെറിയൊരു സ്ഥലം കിട്ടിയപ്പോൾ അങ്ങോട്ടേക്ക് മാറിയിട്ട് ഈ ഒരു സ്ഥലം സെല്ലിങ്ങിന് വെച്ചതാണ്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് ലേശം ചെരിവ് കുറഞ്ഞു പ്രോപ്പർട്ടി, കണ്ടില്ലേ? ഇവിടുന്ന് അങ്ങനെ ഇനി കുറച്ചും കൂടി അങ്ങോട്ടേക്ക് ഉണ്ട്. ഇവിടെ എത്തുമ്പോൾ കണ്ടില്ലേ നമുക്ക് ഇനി കൂടുതലായിട്ട് ചെരിവ് അനുഭവപ്പെടുന്നില്ല. ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടേക്ക് ഉണ്ട്. ആളുകൾ എന്താക്കുക, താല്പര്യമുള്ള ആളുകൾ വന്ന് കോൺടാക്ട് ചെയ്യുക. നല്ല സ്ഥലമാണ്, കണ്ടില്ല? ഇവിടെ എത്തുമ്പോൾ ഇങ്ങോട്ട് ഒരു പരന്ന് കാടും ഇതൊക്കെ തെളിച്ചിട്ട് നല്ല വൃത്തിയിലാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ. കാരണം ഇതിൻ്റെ മുന്നേ ഞാൻ ഇതിൻ്റെ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇത്രത്തോളം കുറച്ച് കാട് മൂടിയതുകൊണ്ട് നമുക്ക് ഇത്രത്തോളം കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കണ്ടോ? പിന്നെ കുറച്ച് കാപ്പിയും കുറച്ച് നാട്ടുമരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത്. കുറച്ചും കൂടി നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണുള്ളത്, കണ്ടില്ലേ? ഓക്കെ, അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പറ്റാവുന്ന ആളുകൾ കോൺടാക്ട് ചെയ്യണേ. നമ്പർ കൊടുക്കുന്നുണ്ട്. റേറ്റും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ജന്മ ആധാറാണ് ഇട്ടത്, ജന്മപട്ടയാണ്. നോ ടെൻഷൻ. ഓക്കെ.